നോമ്പിന്റെ 9-ാം ദിനത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനമായ വിവേകത്തെക്കുറിച്ച് ചിന്തിക്കാം. ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങളിൽ ഇപ്രകാരം പറയുന്നു: വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു, ഭോഷനാകട്ടെ തന്റെ ഭോഷത്വം തുറന്നു കാട്ടുന്നു. ഒരിക്കൽ സോളമൻ രാജാവ് കർത്താവിന് ബലിയർപ്പിക്കുവാൻ പൂജാഗിരിയായ ഗിബിയോനിലേക്ക് പോയി. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു: നിനക്ക് എന്താണ് വേണ്ടത്? സോളമൻ മറുപടി പറഞ്ഞു: നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ദാനമായി നൽകിയ വിവേകം എന്ന കൃപ ഉപയോഗിച്ച് ജെറുസലേം ദേവാലയം ഉൾപ്പെടെ മഹത്തായ കാര്യങ്ങൾ സോളമനിലൂടെ നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ ഒടുവിൽ നമുക്ക് കാണാൻ കഴിയും, ദൈവം വിലക്കിയിട്ടുള്ള ചില കാര്യങ്ങളെ സോളമൻ ഗൗരവമായി എടുക്കാതെ പാപം ചെയ്ത് 1-ാം പ്രമാണം ലംഘിക്കുന്നത്. സോളമന്റെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചകൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാതിരിക്കട്ടെ. ഈശോയേക്കാൾ ഉപരി നമുക്ക് സുഖവും സന്തോഷവും നൽകുന്ന വ്യക്തികളെയും വസ്തുക്കളെയും ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് ധൈര്യപൂർവ്വം ഉപേക്ഷിക്കാം. എല്ലാറ്റിനും ഉപരി ഈശോയ്ക്ക് 1-ാം സ്ഥാനം നൽകി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.